വാക്കിലും പ്രവൃത്തിയിലും ആർജവും പറയാനുള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് ഏത് കൊമ്പൻ്റെ മുമ്പിലും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു നേതാവാണ് പി ടി തോമസ്. ഇത്തരം നേതാക്കളുടെ അഭാവം ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ വലിയ ശൂന്യത സൃഷ്ടിക്കുന്നുണ്ട്. കൂത്തുപറമ്പിൽ ഒരു ഷാപ്പിൻ്റെ മുമ്പിൽ കുത്തുകൊണ്ട് ചത്ത കുഞ്ഞിരാമനെ രക്തസാക്ഷിയാക്കിയ കഥ ഒടുവിൽ പി ടി തോമസ് ആണ് പൊളിച്ചത്. പിണറായി വിജയൻ അങ്ങ് പൊട്ടിത്തെറിച്ചില്ലേ? സജീന്ദ്രനൊക്കെ അറിയാം. പിണറായി വിജയൻ അങ്ങോട്ട് ഇളകി ഉമ്മൻചാണ്ടിയോടും രമേശോടും ഒക്കെ പറഞ്ഞ് ഈ പി ടി തോമസിനെ മര്യാദ ഇരിക്കത്തോളം, ഇല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഞാൻ പറഞ്ഞു അതൊക്കെ കയ്യിലിരിക്കട്ടെ, അതവിടെ കൈവച്ചാൽ മതി എന്ന് പറഞ്ഞ് വലിയ വാഗ്വാദമായി. ഒരു 2.5 മണിക്കൂർ അതിനെ സംബന്ധിച്ച് നിയമസഭ വാഗ്വാദം നടന്നു. അവസാനം പിണറായി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി എന്നുള്ളത് പറയാമല്ലോ. അവസാനം ഞാൻ പറഞ്ഞു, ഞാൻ ഈ പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വെച്ച് KPCCയോടും പാർലമെന്ററി പാർട്ടിയോടും ഒന്നും ആലോചിക്കാതെ ഇപ്പൊ ഇവിടെ വെച്ച് എന്റെ MLA സ്ഥാനം രാജിവെക്കാൻ ഞാൻ തയ്യാറാണ്, തെളിയിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ തെളിയിക്കാൻ പറഞ്ഞപ്പം പിണറായി വിജയൻ മുട്ടുമടക്കി അവിടെ ഇരുന്നതല്ലാതെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഈ കഥ പറഞ്ഞ് പാവപ്പെട്ട പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുസ്ലിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നവര്. കുഞ്ഞിരാമന്റെ മരണവും തലശ്ശേരി കലാപവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഒരു പള്ളിയും കുഞ്ഞിരാമൻ സംരക്ഷിക്കാൻ പോയില്ല. കുഞ്ഞിരാമൻ എന്തോ കള്ളു കുടിച്ചിട്ട് കാശ് കൊടുക്കാത്തതിന്റെ എന്തോ കാര്യത്തിന് കുഞ്ഞിരാമന്റെ കൂട്ടുകാരൻ തന്നെ ഒരു കുത്തു കൊടുത്തിയാത്തതാ. അത് ഇതേ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ചിത്രീകരിച്ചിരിക്കുക. മരിച്ച ഒരാളെ പറ്റി മോശം പറയുന്നതാണെന്ന് ആരും പറയരുത്. സത്യം ഉണ്ടായ കാര്യമാണ്. ഞാൻ ഈ പറയുന്ന കാര്യം തെറ്റാണെങ്കിൽ ഞാൻ എവിടെ വന്നു അത് തെളിയിക്കാൻ തയ്യാറാ. പിണറായി വിജയനോട് ചോദിച്ച അസംബ്ലിയുടെ രേഖയിലുള്ളതാ. എന്റെ ഇപ്പൊ ഈ പറഞ്ഞ മുഴുവൻ കാര്യവും അസംബ്ലിയുടെ രേഖയിലുള്ളതാ. ഇന്നുവരെ അവർ നിഷേധിച്ചിട്ടില്ല. ആകെ ഒരു ഗുണമുണ്ടായി, പിന്നീട് ഒരു പ്രസംഗത്തിലും മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളുടെ കുഞ്ഞിരാമനെ രക്തസാക്ഷിത്വം കൊടുത്ത പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി എന്നവർ പിന്നെ പ്രസംഗിച്ചിട്ടില്ല.